ഇപ്പൊ ന്യൂസുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സും നിർമ്മാതാക്കളും സാലറിയും കൊടച്ചക്ര കുന്തം യുദ്ധം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതേ കിടക്കുന്നു നമ്മുടെ മാർച്ച് 27 ഇറങ്ങുന്ന മോഹൻലാൽ സിനിമയ്ക്ക് ഒരു പണി, അതും പ്രൊഡ്യൂസേഴ്സിന്റെ വക, എമ്പുരാൻ പണി. ന്യൂസുകളിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഇതാണ്. കാരണം നമുക്ക് ഈ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 27-ന് എമ്പുരാന്റെ റിലീസിന്റെ അന്ന് തന്നെ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കാനുള്ള നീക്കം സമ്മർദ്ദത്തിലൂടെ വരുതിയിലാക്കാനാണോ ശ്രമം? ബിഞ്ചു, ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറുമായിട്ടുള്ള തർക്കം അത് ഒരുപക്ഷെ സംഘടനകൾ തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്തയിൽ കൂടെ വെളിവാകുന്നത്. പ്രത്യേകിച്ചും ഈ സിനിമ മാർച്ച് 27 എമ്പുരാന്റെ റിലീസ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അപ്പോൾ ചേംബർ കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് മാർച്ച് 25 ശേഷമുള്ള സിനിമാ റിലീസുകൾ, ആ സിനിമ റിലീസുമായി ബന്ധപ്പെട്ട തിയേറ്ററുകാർ അതോടൊപ്പം തന്നെ വിതരണക്കാരും അടക്കം ഉള്ള അവർ കരാറിൽ ഏർപ്പെടേണ്ടതുണ്ട്. അത്തരം കരാറിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ചേംബറിന്റെ അനുവാദം വാങ്ങി വേണം എന്നുള്ളത് കൃത്യമായിട്ട് അത് എമ്പുരാൻ എന്ന സിനിമ റിലീസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചേംബറിന്റെ നീക്കം എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ചേംബറിൽ നിന്ന് പോയി കഴിഞ്ഞു. 2, ആന്റണി പെരുമ്പാവൂർ നേരത്തെ സുരേഷ് കുമാറിനെതിരായി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്, ആ പോസ്റ്റ് പിൻവലിച്ച 7 ദിവസത്തിനകം അത് പിൻവലിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നേരത്തെ ചേംബർ കാരണം കാണിക്കൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതെ, അല്ലെങ്കിൽ എഫി പോസ്റ്റ് പിൻവലിക്കുകയും കാരണം കാണിക്കൽ നോട്ടീസിന് ആന്റണി പെരുമ്പാവൂർ 7 ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ മാർച്ച് ആദ്യവാരം ചേരുന്ന സിനിമാ സംഘടനകളുടെ യോഗത്തിൽ തന്നെ ആന്റണി പെരുമ്പാവൂരിന് സസ്പെൻഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലാണ് ഇപ്പോൾ സിനിമാ സംഘടനയുടെ ഉള്ളിൽ ഉള്ള തീരുമാനം. അങ്ങനെ സസ്പെൻഷൻ ഉണ്ടായാൽ തൊട്ടു പിന്നാലെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഈ മാർച്ച് ആദ്യവാരം നടക്കുന്ന യോഗത്തിൽ തന്നെയായിരിക്കും സിനിമയുടെ സൂചനാ പണിമുടക്ക് സംബന്ധിച്ച തീരുമാനവും ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ മാർച്ച് 27 കണക്കാക്കി പ്രഖ്യാപിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അങ്ങനെ മുന്നോട്ട് പോയി സമ്മർദ്ദത്തിൽ ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും അടക്കം സമ്മർദ്ദത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ ലക്ഷ്യമിടുന്നത്. ആ വഴിക്കാണ് ഇപ്പോൾ സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ളവർ കരുക്കൾ നീക്കുന്നത്. വാർത്ത കേട്ടിട്ട് എനിക്ക് 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടക്കുന്ന ഒരു യുദ്ധമാണ്. അതായത് അവർ ഈ അമ്മാവന്മാരെ ആരും അംഗീകരിക്കുന്നില്ല, ഇവരുടെ സിനിമകൾ വിജയിപ്പിക്കുന്നില്ല, നടന്മാർ അമിതമായ സാലറി വാങ്ങിച്ച് പ്രൊഡ്യൂസേഴ്സിനെ നഷ്ടത്തിലാക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് അവര് മോശം സിനിമകള്, മോശം സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തിട്ട് അത് ഡയറക്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പൊതുജനങ്ങൾ സ്വീകരിക്കുമെന്ന് അവർ വാശി പിടിക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ ആന്റണിയുടെ ഒരു പോസ്റ്റ്, ആ പോസ്റ്റിന് നല്ല റീച്ചും. അപ്പൊ എന്ത് പറ്റി? ഇവർക്ക് ചൊറിഞ്ഞു. അപ്പം ഇവരങ്ങ് മാന്താൻ തീരുമാനിച്ചു. അത് എമ്പുരാനായിട്ട് ഒരു പണി അങ്ങ് കൊടുക്കട്ടെ. മാർച്ച് 27 ഒരു സൈലന്റ് സ്ട്രൈക്ക്, എല്ലാവരും സൈലന്റ് ആയിട്ടിരുന്ന് സ്ട്രൈക്കിൽ പങ്കെടുക്കുക. അതാണ് അവരുടെ നാമനിർദ്ദേശം. എനിക്ക് പറയാനുള്ള 2ാമത്തെ കാര്യം, ഇത് മോഹൻലാലും ഈ സുരേഷ് കുമാറും കൂട്ടുകാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എമ്പുരാന്റെ ബഡ്ജറ്റ് അത്യാവശ്യം ഉണ്ട്, ഒരു 100+ crore ഉണ്ട് ബഡ്ജറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഒരു നല്ലൊരു പബ്ലിസിറ്റി കൊടുക്കണം. അതിന് ഇവർ കണ്ടുപിടിച്ചൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ ഇത്? ഞങ്ങൾ കത്തി കയറിക്കോളും. നമുക്ക് സാധാരണ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ടെൻഡൻസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവനെ പറ്റി 2 കുറ്റം പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ അതാണോ ഇവർ ഉദ്ദേശിക്കുന്ന ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? അതായത് സിനിമയുടെ പേര് എമ്പുരാൻ എന്ന പേര് എല്ലായിടത്തും കേൾക്കണം. ന്യൂസുകളിൽ, ചാനലുകളിൽ, പിന്നെ സോഷ്യൽ മീഡിയയിൽ, പിന്നെ ഈവൻ ഹേറ്റേഴ്സിന്റെ ഡിസ്കഷനിൽ വരെ ഇത് എത്തണം. അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ ഓൾറെഡി ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് പോരെ? അതോ ഇതെല്ലാം സത്യമാണോ? നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിഞ്ഞ് കാണാം. 1 മാസത്തെ സമയമുണ്ടല്ലോ. അപ്പൊ ബൈ.